കണ്ണേട്ടൻ അറിയേണ്ടതൊക്കെ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ തുക എന്റെ അക്കൗണ്ടിൽ ഇടണം. നിങ്ങളുടെ മരുമോ വീൽ ചെയർ എഴുന്നേറ്റല്ലേ? ആളിപ്പം മെഡിക്കനായി പോയല്ലോ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ വീണ്ടും ഭീഷണി. അതേ കൂട്ടുകാരൻ നമ്മുടെ കരുണ വാമദേവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കണ്ണേട്ടൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു, പക്ഷേ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടില്ല. അതായത് വാമദേവനാണ് തൻ്റെ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊല്ലാൻ പൈസ കൊടുത്ത് കൊട്ടേഷൻ ഏൽപ്പിച്ചത് എന്നുള്ളൊരു കാര്യം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പൈസ കിട്ടിയേ തീരൂ എന്നും പറഞ്ഞ് നമ്മുടെ വാമദേവനെ കരുണ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. പക്ഷെ അപ്പുറത്ത് ഒരു ഇടിവെട്ട് സംഭവം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും അമ്പലത്തിലോ എവിടെയൊക്കെ പോകുന്ന വഴി ഇടക്ക് വെച്ച് വഴിയിൽ നിർത്തി കരിക്കൊക്കെ കുടിക്കുന്നുണ്ട് ഗൈസ്. പക്ഷേ ഈ ഒരു കാഴ്ച നമ്മുടെ പ്രതാപന്റെ കൂട്ടുകാരൻ കാണുന്നുണ്ട്. എന്നിട്ട് ഈ കൂട്ടുകാരൻ വന്ന് പ്രതാപനെ അറിയിക്കുകയാണ്, നിങ്ങളുടെ മരുമകൻ വീൽ ചെയറിൽ നിന്ന് എണീച്ചല്ലേ, ഇപ്പോൾ ഭയങ്കര മിടുക്കനായാലോ, നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വന്ന് പറയുകയാണ് പ്രതാപന്റെ അടുത്ത്. അപ്പോൾ പ്രതാപന്റെ അടുത്ത് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശിയും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണേ. മരുമകൻ നടന്നോ, ഇനി ഉണ്ണീനെ പറ്റി ആയിരിക്കോ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ച് നിൽക്കുക. പക്ഷെ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ കണ്ണനാണെന്ന് ഇവർ ഉറപ്പിച്ചു. അപ്പം എന്തായാലും ഇവർ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു ഗൈസ്. അപ്പം ഇനി എന്തായിരിക്കും കഥ മുന്നോട്ട് വരാൻ പോകുന്നതല്ലേ? നമ്മുടെ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും അന്ത്യം കുറിക്കാൻ അവർ വീണ്ടും ശ്രമിക്കും, വീണ്ടും അവർ കെട്ടിൻ്റെ പണി കിട്ടും. എങ്ങനെ തന്നെയായിരിക്കും കഥ മുന്നോട്ട് പോകുന്നത് കേട്ടോ. കാത്തിരിക്കാം. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.